ബേപ്പൂർ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ലക്ഷദ്വീപിനെ ആശ്രയിച്ചാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ജോലികൾ അല്പമെങ്കിലും നടന്നു പോകുന്നത്. അതും പലതും മറ്റു സ്ഥലങ്ങളിലേക്ക് പറിച്ചു നടാനുള്ള ശ്രമങ്ങളൊക്കെ പലതും നടന്നു. ചിലതിനൊക്കെ ഞങ്ങൾ ചെറുത്തു. അവിടുത്തെ ഭരണകൂടമൊക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ ഇതൊന്നും ഏകോപിപ്പിച്ച് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ അതൊന്നും എവിടെയും പോവില്ല. അപ്പൊ അവർക്ക് വേണ്ടി തന്നെ ഒരു വാർപ്പ് നിർമ്മിക്കാൻ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് സ്ഥലമൊക്കെ അനുവദിച്ചു. അവര് അവിടെ വാർപ്പ് അവരുടെ ചെലവിൽ നിർമ്മിക്കാം എന്ന രീതിയിൽ തീരുമാനമെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ സാഗർമാല പ്രൊജക്ടിനെ അത് ഉൾപ്പെടുത്താൻ സംബന്ധിച്ചുള്ള പ്രാഥമിക നീക്കങ്ങളൊക്കെ നടത്തി. പിൽക്കാലത്ത് ആ പദ്ധതി തന്നെ വെളിച്ചം കാണാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കോഴിക്കോടിലെ പ്രത്യേകിച്ചും മലബാറിന് പൊതുവായി നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കേന്ദ്രമാണ് നമ്മുടെ ബേപ്പൂർ തുറമുഖം. തുറമുഖത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1000 നാവിൽ എല്ലാവരും പറയും കേരളത്തിലെ മൈനർ പോർട്ടുകളിൽ ഏറ്റവും സാധ്യതയുള്ള പോർട്ടാണ് ബേപ്പൂർ പോർട്ട് എന്ന് എല്ലാ പഠനവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവർക്കും അതിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ നമ്മൾ മറ്റു പലതിൻ്റെയും പുറകെ പോകും. ഒരു ഘട്ടത്തിൽ കണ്ണൂര് അഴീക്കൽ തുറമുഖം വലിയ പ്രതീക്ഷയോടുകൂടി വികസിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയി.